ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ സം ബേസിക് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായി ഇനി ഈ ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ മിസ് ഇത് പറയാം, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട്. അപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഹൈഡ്രജനും ഉണ്ടാവും, കാർബണും ഉണ്ടാവും. നമുക്ക് ഹൈഡ്രജനും കാർബണെ എങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും എന്നുള്ള ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവിനകത്ത് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കും, എത്ര പെർസെൻറ്റേജ് കാർബൺ ആയിരിക്കും, എത്ര പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ ക്വാളിറ്റേറ്റീവിന്റെ കേസാണ് പറയുന്നത്. ദ എലമെന്റ് പ്രസന്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ എന്താണ്? കാർബൺ ആൻഡ് ഹൈഡ്രജൻ. They and also containing ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻ, ഫോസ്ഫറസ്. അതായത് കാർബണും ഹൈഡ്രജനും മാത്രമല്ലാതെ നമുക്ക് ഓക്സിജൻ, സൾഫർ, അതേപോലെ ഫോസ്ഫറസ്, നൈട്രജൻ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഈ ടെസ്റ്റിനകത്ത് നമുക്ക് കാർബണിനും അതേപോലെ ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? CuO എന്ന് പറഞ്ഞ്, അതായത് കോപ്പർ ഓക്സൈഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആകും. ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് CuO ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കോപ്പർ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഉണ്ടെങ്കിൽ CO2 ആകും. ഇനി അഥവാ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ, എന്താണ് ഹൈഡ്രജന്റെ കേസില് എന്താകുന്നുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കോപ്പർ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ആണെങ്കിൽ വാട്ടർ ഫോം ചെയ്യണം. ഇങ്ങനെയാണ് നമ്മള്, അതായത് നമ്മൾക്ക് ഏതൊക്കെ എലമെന്റ്സ് ആണ്, ഹൈഡ്രജനും കാർബണും അല്ലാത്ത എലമെന്റ്സും കണ്ടുപിടിക്കണം, ഹൈഡ്രജനും കാർബണും കണ്ടുപിടിക്കണം. അങ്ങനത്തെ കേസിൽ കാർബണിന്റെ ഹൈഡ്രജന്റെ ആണ്. Carbon and hydrogen are detected on heating compounds with copper oxide. കോപ്പർ ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ പ്രസന്റ് ഇൻ കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡയോക്സൈഡ് ആകും. അതേപോലെ ഹൈഡ്രജൻ ടു വാട്ടർ, ഹൈഡ്രജൻ എന്ത് ചെയ്യും? വാട്ടർ, നമ്മുടെ H2 ആയി മാറും. പക്ഷെ ഇവിടെ എന്തുണ്ട്? നമുക്ക് ഉണ്ടായിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ആണെന്നും H2 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അറിയില്ല, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? മിസ് നേരത്തെ എഴുതിയില്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സ് O ആണെന്ന് നമുക്ക് ഇപ്പൊ എന്താ, ഓർഗാനിക് കോമ്പൗണ്ട്സിന് OC ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് OC എന്ന് മിസ് എഴുതിയിരിക്കുന്നത്. OC plus CuO gives എന്താ, നേരത്തെ എഴുതിയ പോലെ Cu. കാർബൺ ഉണ്ടെങ്കിൽ, കാർബണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ CO2 ആവും. അതേപോലെ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് വീണ്ടും CO2 ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ H2O ആവും. ഈ ഉണ്ടായിരിക്കുന്നത് എന്താണ് നമുക്ക് അറിയത്തില്ല, CO2 ആണോ H2 ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും? ടെസ്റ്റഡ് വിത്ത് ലൈം വാട്ടർ. അതായത് ഈ Cuവിനകത്തോട്ട് ഈ CO2 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇതിനകത്തോട്ട് നമ്മൾ ലൈം വാട്ടർ ആഡ് ചെയ്യുമ്പോൾ, ലൈം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈം വാട്ടർ എന്ന് പറയുന്നത് CaOH ത്രൈസ്. ഈ CaOH ത്രൈസ് ആണ് നമ്മൾ ലൈം വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു മിൽക്കി കളർ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിൽക്കി ഫോം കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു മിൽക്കി ഫോം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം CO2, കാർബൺ ഡയോക്സൈഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് വാട്ടറിന്റെ കേസിലാണെങ്കിൽ വാട്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? CuSO4 ആണ് ആഡ് ചെയ്യുന്നത്, അതായത് കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ, എന്ത് കളറാണ്? ഒരു ബ്ലൂ കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ വാട്ടർ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ കാർബണിന്റെ ഹൈഡ്രജന്റെ കേസാണ് പറയുന്നത്. കാർബൺ ഹൈഡ്രജന്റെ കേസിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിനകത്തോട്ട് കോപ്പർ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഉണ്ടെങ്കിൽ CO2 ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്? വാട്ടർ ഉണ്ടാവുന്നുണ്ട്.
ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ അതിനകത്തോട്ട് ലൈം വാട്ടർ അല്ലെങ്കിൽ CaOH ത്രൈസ് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ചെയ്തിട്ട് മിൽക്കി ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു മിൽക്കി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേ സ്ഥാനത്ത് നമുക്ക് H2 ആണ്, അതായത് വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റ് അതായത് CuSO4 ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്തുണ്ട്? ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെന്ന്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്താ? നമ്മുടെ കാർബണിന്റെ ഹൈഡ്രജന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞത്. കാർബണിന്റെ ഹൈഡ്രജന്റെ കേസാ പറഞ്ഞത്. ഇനി കാർബണും ഹൈഡ്രജനും അല്ലാത്ത എലമെന്റ്സും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണാം. ആരൊക്കെ? ഓക്സിജൻ, സൾഫർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ, അങ്ങനെ ഉള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ, ഹാലോജൻസ് ആൻഡ് ഫോസ്ഫറസ്. ഇനി നമ്മൾ ഇവിടെ ഫോസ്ഫറസിന്റെ കേസും കൂടെ പറയുന്നുണ്ട്. അതായത് നൈട്രജൻ, സൾഫർ, ഹാലോജൻ, ഫോസ്ഫറസ്. ഈ ഹാലോജനിൽ തന്നെ നമുക്കറിയാം ക്ലോറിൻ വരും, ബ്രോമിൻ വരും, ഐഡിൻ വരും അല്ലെ? ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. ആരൊക്കെയാണ്? ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. എക്സ് എന്നാണ് നമ്മളെ ഹാലോജനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഇവിടെ ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അതേപോലെ ഐഡിൻ. ഇങ്ങനെയാണ് 3 ആൾക്കാർ വരും ഈ ഹാലോജനകത്ത്. പിന്നെ ഫോസ്ഫറസ് ആണ് ഉള്ളത്. ഇതിനകത്ത് നമ്മൾ ഈ നൈട്രജൻ, സൾഫർ, ഹാലോജൻ, ഫോസ്ഫറസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോമൺ ടെസ്റ്റ് ചെയ്യും. ഈ കോമൺ ടെസ്റ്റിനെ നമ്മൾ പറഞ്ഞ ലെസൈനിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലെസൈനിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ടെസ്റ്റ് ആണ്. അതായത് ഏത് നൈട്രജൻ ആണോ, സൾഫർ ആണോ, ഹാലോജൻ ആണോ, അതുപോലെ ഫോസ്ഫറസ് ആണോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ലെസൈനിയസ് ടെസ്റ്റ്. എന്താണെന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂസ്ഡ് വിത്ത് മെറ്റാലിക് സോഡിയം. മെറ്റാലിക് സോഡിയം ഇൻ എ ഫ്യൂഷൻ ട്യൂബ്. ഒരു ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട് നമ്മൾ മെറ്റാലിക് സോഡിയം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ആഡ് ചെയ്തിട്ട് നമുക്ക് it is then plugged into a distilled water taken in a china dish. The solution is boiled and filtered. The filter is known as sodium fusion extract. നമുക്ക് കിട്ടുന്നതാണ് എന്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആണ്. അതായത് നമുക്ക് OC എന്ന് പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട് എന്നറിയാം. ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? Na എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ആണ്. സോഡിയം ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോഡിയം ഫ്യൂഷൻ കിട്ടുന്നുണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടുന്നുണ്ട് അല്ലെ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന ടെസ്റ്റ് ആണ് ലെസാനിയസ് ടെസ്റ്റ്. ഇതൊരു കോമൺ ടെസ്റ്റ് ആണ്. ഏത് എലമെന്റ്, അതായത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലോജൻ ആൻഡ് ഫോസ്ഫറസ്, ഈ 4 പേരെയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോമൺ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ എക്സാമിനും ഇതേപോലെ ചോദിക്കാം, എന്താണ് കോമൺ ടെസ്റ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലെസാനിയസ് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. ഒന്നുമില്ല, നമ്മൾ എടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ സോഡിയം ആഡ് ചെയ്യും. സോഡിയം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോഡിയം കിട്ടും, സോഡിയം എക്സ്ട്രാക്ട് കിട്ടും. ഇതിനെ വീണ്ടും ബോയിൽ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടും. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇതിൽ ഓരോന്ന്, അതായത് നൈട്രജൻ എങ്ങനെ, അതേപോലെ ഇവര് 3 പേരും എന്താണ്? ഹാലോജൻസ് ആണ് അല്ലെ? ഹാലോജൻസ് എക്സ് ആണ്. അതേപോലെ സൾഫർ ആൻഡ് ഫോസ്ഫറസും കൂടെ ഉണ്ട്. ഇനി ഈ സൾഫർ തന്നെ 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ നോക്കുക, നമ്മുടെ നൈട്രജൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണമെന്ന് നമുക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ട്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫെറസ് സൾഫേറ്റ് ഒരു ആസിഡും ഒരു ബേസും ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഫെറസ് സൾഫേറ്റ് ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് ഫെറസ് സൾഫേറ്റ് FeSO4 സൊല്യൂഷനും അതിന്റെ കൂടെ നമ്മൾ ആസിഡ് ആയിട്ട് ഡൈല്യൂട്ട് H2SO4 എടുക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് H2SO4. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതായത് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കിട്ടുന്നുണ്ട്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റിനെയാണ് നമ്മൾ PPT എന്ന് പറയുന്നത്. PPT എന്ന് പറയുന്നത് പവർ പോയിന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രസിപ്പിറ്റേറ്റിനാണ് നമ്മൾ PPT എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അങ്ങനെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ പറയാം
നൈട്രജന്റെ പ്രസൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ കാണിക്കുന്ന പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് നമ്മുടെ ഫെറസ് സൾഫേറ്റും അതേപോലെ H2SO4 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്ത് നമുക്കൊരു ബ്ലൂ ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ പ്രസൻസ് ഓഫ് നൈട്രജൻ അവിടെ ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആരാ? ഹാലോജൻസിന്റെ കേസാ. എക്സ് ഹാലോജൻസിന്റെ കേസിൽ ക്ലോറിനും ബ്രോമിനും അയഡിനും ഇവര് 3 പേരെ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു, അതിനകത്തോട്ട് HNO3 ആഡ് ചെയ്യുന്നു, അതേപോലെ സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുന്നു. അതായത് ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു, അതിനകത്ത് HNO3 ആഡ് ചെയ്യുന്നു, AgNO3 കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ 3 പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. അതായത് എന്തൊക്കെയാണ് പ്രസിപ്പിറ്റേറ്റ്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH അമോണിയം പ്രസിപ്പിറ്റേറ്റിനകത്ത് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡിനകത്ത് സോളുബിൾ ആണോ എന്ന് നോക്കും. സോളുബിൾ ആണെങ്കിൽ, അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ക്ലോറിൻ ആണെന്ന്. അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം? ക്ലോറിൻ ആണെന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ചെറുതായിട്ടേ സോളുബിൾ ആവുന്നുണ്ട്, പൂർണ്ണമായിട്ടും സോളുബിൾ അല്ല, പൂർണ്ണമായിട്ടും അലിഞ്ഞില്ല, ചെറുതായിട്ട് അലിഞ്ഞിട്ടുള്ളൂ, അതൊരു യെല്ലോയിഷ്, ഒരു പെയിൽ യെല്ലോയിഷ് കളറാ. മറ്റേത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന എന്താ? ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റ് ആണ്, നമുക്ക് വൈറ്റ് PPT ആണ് കിട്ടുന്നത്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. അതായത് ഈ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു റിയാക്ഷൻ സോളുബിൾ ആയിട്ടാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ക്ലോറിൻ ആണെന്ന് പറയാം പ്രസൻസ്. ഇനി അതേ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് അമോണിയം, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് കൊടുത്തു, അവിടെ ക്ലോറിൻ ഇല്ല, പകരം ആരാ? ബ്രോമിൻ ആണെന്ന് വിചാരിക്കാം. നമുക്കറിയില്ല ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയഡിൻ ആണോ നമുക്കറിയില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പെയിൽ യെല്ലോയിഷ്, അതായത് പെയിൽ യെല്ലോ, കാര്യം നമ്മുടെ അയഡിൻ വരുമ്പോൾ യെല്ലോ ആണ് വരുന്നത്, ഒരു പെയിൽ യെല്ലോ, അതായത് വൈറ്റും അല്ല എന്നാൽ യെല്ലോ ആയിട്ടില്ല, ഒരു പെയിൽ, ഒരു ചെറിയ മഞ്ഞപ്പ് നിറം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ്? ബ്രോമിൻ ആണുള്ളത്, അവിടെ ക്ലോറിൻ അല്ല ഉള്ള ബ്രോമിൻ ആണ്. ഇനി നല്ല രീതിയിൽ യെല്ലോ ആണ് കാണിക്കുന്നത്, ഇൻസോളബിൾ ആയിട്ടുള്ളത്, ഇൻസോളബിളും യെല്ലോ കളറും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ അയഡിൻ ആണ്, ഐ ആണ് അവിടെ എന്ന്. ആരാണ്? ഐ ആണ്. ഇത് Br, ഇത് Cl. അയഡിൻ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് വീണ്ടും ഞാൻ പറയാണ്, വൈറ്റ് പ്യുവർ വൈറ്റ് സോൾബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ക്ലോറിൻ ആയിരിക്കും. ഒരു പെയിൽ യെല്ലോ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി മാത്രം സോൾബിൾ ആണെങ്കിൽ ബ്രോമിൻ ആയിരിക്കും. ഒട്ടും സോളബിൾ അല്ല, ഇൻസോളബിൾ ആയിട്ട് യെല്ലോ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ അയഡിൻ ആണെന്നും പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഈ ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് സോഡിയം നൈട്രോഫ്രഷേറ്റ് സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു വയലറ്റ് കളർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സൾഫർ ഉണ്ടെന്ന്. ഇനി അതില്ല, ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വിചാരിക്കുക, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക, അതിനകത്തോട്ട് ലെഡ് അസിറ്റേറ്റും അസിറ്റിക് ആസിഡും കൂടെ ഒഴിക്കുക, ഒരു ബ്ലാക്ക് കളർ കാണിച്ചു, അന്നേരം നമ്മുടെ സൾഫർ ഉണ്ട്. അതായത് ലെഡ് അസിറ്റേറ്റും അസിറ്റിക് ആസിഡും അതേപോലെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തോട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അവിടെ പ്രസൻസ് ഓഫ് സൾഫർ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും കാർബണും കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇനി ഹാലോജൻസ് വന്നാൽ നമ്മൾ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. നൈട്രജന്റെ കേസും പറഞ്ഞു, സൾഫറിന്റെ കേസും പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി നമ്മള് ഫോസ്ഫറസ് ഉണ്ട്, ഫോസ്ഫറസ് ആണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിനകത്ത് നമ്മൾ സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ് കിട്ടും. ഈ ഫോസ്ഫേറ്റിനകത്തോട്ട് നമ്മൾ HNO3 ആഡ് ചെയ്യും, അതായത് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യും. നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഫോസ്ഫറിക് ആസിഡ് കിട്ടും. ഈ ഫോസ്ഫറിക് ആസിഡിനകത്തോട്ട് നമ്മൾ അമോണിയം അമോണിയം മോളിഡേറ്റ്സ് ആഡ് ചെയ്യും. അന്നേരം നമുക്ക് യെല്ലോ PPT കിട്ടും, അല്ലാതെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. അതായത് ഫോസ്ഫറസിന്റെ പ്രസൻസ് കാണുമെങ്കിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. എങ്ങനെ? ഓർഗാനിക് എടുക്കുന്നു, ആ ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുന്നു, ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തോട്ട് നമ്മൾ സോഡിയം NO2
എടുക്കുന്നു, സോഡിയം പെറോക്സൈഡ് എടുക്കുന്നു. പെറോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോസ്ഫേറ്റ് ആണ് കിട്ടുക. എന്താണ് കിട്ടുക? ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റിനകത്തോട്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഫോസ്ഫറിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. ഈ ഫോസ്ഫറിക് ആസിഡിൽ നിന്ന് നമ്മൾ അമോണിയം മോളോഡേറ്റ്സ് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്താണ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഫോസ്ഫറസിന്റെ പ്രസൻസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഏത് എലമെന്റ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെ? കുറച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞു അല്ലെ. സൾഫർ ആണെങ്കിൽ ഒരു ടെസ്റ്റ്, നൈട്രജൻ ആണെങ്കിൽ ഒരു ടെസ്റ്റ്, ഫോസ്ഫറസ് ആണെങ്കിൽ ഒരു ടെസ്റ്റ്, അതേപോലെ ഓക്സിജൻ ഒരു ടെസ്റ്റ്, കാർബണും ഹൈഡ്രജനും ആണെങ്കിൽ വരുന്ന ഓരോ ടെസ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവിന്റെ കേസിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മള് ഇനി ക്വാളിറ്റേറ്റീവ് ആണ് പറഞ്ഞത്. ക്വാളിറ്റേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന്. അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമ്മൾ പറഞ്ഞു കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, നൈട്രജൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവരിൽ എത്ര പെർസെന്റേജ്, അതായത് നമുക്ക് ഇത്ര പെർസെന്റേജ് ഓഫ് കാർബൺ ആണ് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് നൈട്രജൻ ആണ്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ്, എത്ര പെർസെന്റേജ് ആണ് ഉള്ളത് എന്ന് പറയണമെങ്കിൽ അതിനുള്ള ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ അനാലിസിസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ടു ഡിറ്റർമിൻ ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. OC എന്ന് പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അത് മറക്കരുത്. OC എന്ന് ഇട്ടിട്ടായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് ഇക്വേഷൻസ് എഴുതുന്നത്. അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ആണ് കാർബണിന്റെ ഹൈഡ്രജനും പെർസെന്റേജ് നമ്മൾ പറഞ്ഞത്. ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് ബേൺഡ് പ്രസൻസ് ഓഫ് എക്സസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഓക്സൈഡ്. അതായത് നമ്മുടെ CuO. നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു അല്ലെ. നമ്മൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റേറ്റീവിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട് പ്ലസ് കോപ്പർ ഓക്സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ കാർബണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡും, അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്ലസ് കോപ്പർ ഓക്സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ H2O കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കാർബണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ആരുണ്ടാവുക? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് വാട്ടർ ഉണ്ടാവുക. കാർബണിന്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത് എത്ര പെർസെന്റേജ് ആണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ KOH, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും പെർസെന്റേജ് ഓഫ് കാർബൺ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഹൈഡ്രജൻ, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ? The mass of water produced is determined by passing the mixture through a weighted U tube. ഒരു U ഷേപ്പിലുള്ള ഒരു ട്യൂബിലൂടെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. Carbon dioxide is observed in another U tube containing concentrated solution of potassium hydroxide. അതായത് നമ്മൾ CO2ന്റെ കൂടെ KOH ആഡ് ചെയ്യുന്നു, അതേപോലെ ഹൈഡ്രജന്റെ കൂടെ H2Oയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? CaCl2 ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർസെന്റേജ് ഓഫ് കാർബണും ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് ഓഫ് കാർബണും ഇവിടുന്ന് കിട്ടുന്ന പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും ആണ്. ഇനി പെർസെന്റേജ് ഓഫ് കാർബൺ പറയുകയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് കാർബൺ പറയാണ് 12 ആണ് കാർബൺ ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് CO2. അതായത് നമുക്ക് ഉണ്ടായിരിക്കുന്ന എന്താ? CO2ന്റെ മാസ് ഹോൾ ഡിവൈഡഡ് ബൈ, നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നതിന്റെ വെയിറ്റ് 44 അല്ലെ. അതായത് CO2ന്റെ മോളിക്കുലർ വെയിറ്റ് 12 × 1 പ്ലസ് 16 × 2 അങ്ങനെ ചെയ്യുമ്പോൾ 44 ഗ്രാം നമുക്ക് കിട്ടത്തില്ലേ? ആ 44 ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇൻറ്റു മാസ് ഓഫ് OC മീൻസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം 2 ആണ് ഹൈഡ്രജൻ
ഇൻറ്റു നമ്മുടെ മാസ് ഓഫ് H2O, ഇവിടെ ഉണ്ടായിരിക്കുന്ന വാട്ടറിന്റെ മാസ് ഹോൾ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് H2O. H2ന്റെ മോളിക്കുലർ വെയിറ്റ് 18 ആണ്. 18 ഇൻറ്റു ടോട്ടൽ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ പെർസെന്റേജ് ഓഫ് കാർബണും പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും. പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഈ രണ്ട് ഇക്വേഷൻസ് മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ കാർബണിന്റെ ഹൈഡ്രജനും കേസ് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു സൾഫറും അതേപോലെ നൈട്രജനും ഒക്കെ ഉണ്ട്. ഇനി എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ, പെർസെന്റേജ് ഓഫ് നൈട്രജൻ ആണ് നമ്മൾ പറയുന്നത്. അതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്താണ്, ഡ്യൂമാസ് മെത്തേഡും അതേപോലെ നമുക്ക് ഇനി ഒരു മെത്തേഡും ഉണ്ട്. അത് മിസ് പറയാം. അത് ഡ്യൂമാസ് മെത്തേഡ് പറയാം. ഡ്യൂമാസ് മെത്തേഡിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് ഹീറ്റഡ് വിത്ത് കോപ്പർ ഓക്സൈഡ് ഇൻ ആൻ atmosphere of carbon dioxide so that ഫ്രീ ആയിട്ട് നൈട്രജനും അതേപോലെ കാർബൺ ഡയോക്സൈഡും ആൻഡ് വാട്ടർ ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്? നൈട്രജൻ ഉണ്ടാവുന്നു, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ദിസ് മിക്സ്ചർ ഓഫ് ഗ്യാസ് ഇസ് കളക്റ്റഡ് ഓവർ ആൻ aqueous solution of potassium hydroxide. Potassium hydroxide ആണ്. Potassium hydroxide which absorbs carbon dioxide. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. KOH നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. നൈട്രജൻ is collected in the upper part of the graduated tube. പെർസെന്റേജ് ഓഫ് നൈട്രജൻ ആണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ്, N2 ഗ്യാസ് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? നമുക്ക് ഫ്രീ ആയിട്ട് എന്താ കിട്ടുന്നുണ്ട്? നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ. നമുക്ക് വേണ്ട പെർസെന്റേജ് ഓഫ് നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജൻ N2 ഗ്യാസ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം 1 മോള് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ് 22.4 ലിറ്റർ ആണ് വരിക എന്ന് പറഞ്ഞു, അല്ലെ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അപ്പൊ എങ്ങനെ വരും? ഈ 22.4 ലിറ്ററിനെ, അതായത് ലിറ്ററിനെ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഈ 22.4നെ എന്ത് ചെയ്യും? 1000 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 22400 വരത്തില്ലേ? അത്രയും മില്ലി ലിറ്റർ. അതായത് നമുക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22.4 ലിറ്റർ ആണെന്ന്. അപ്പൊ നമുക്ക് ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. കാര്യം ഇവിടെ ഗ്യാസ് ആണ്, അതായത് ഗ്യാസ് വന്നുകൊണ്ട് നമുക്ക് വോളിയം ആണ് പറയുന്നത്. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞതെല്ലാം മാസ് ആണ്, അല്ലെ? മാസിൽ വെച്ചിട്ടാ, വലിയ വേരിയേഷൻസ് ഒന്നും വന്നില്ല. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ലിറ്ററിന്റെ കേസാണ്, അത് മില്ലി ലിറ്ററിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഈ 22.400 ml വന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ N2 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ പെർസെന്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഡെൽമാസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുന്നു, അതിൽ നമ്മൾ കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് N2 ഗ്യാസ് കിട്ടുന്നുണ്ട്. ഈ N2 നമുക്ക് ഗ്യാസിലേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഒരു മോള് എന്ന് പറയുന്നത് എത്ര? 22.4 ലിറ്റർ ആണെന്ന്. അപ്പൊ നമുക്ക് ലിറ്ററിനെ എന്താ മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 1000 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 22.4നെ നമ്മൾ എന്ത് ചെയ്യും? 1000 വെച്ച് ഇൻറ്റു ചെയ്യും. അപ്പൊ നമുക്ക് 22400 വരും, അല്ലെ? 22400 അത് വരുന്ന എന്താ? ml ആണ്. നമുക്ക് മില്ലി ലിറ്ററിലാണ് കിട്ടുന്നത്. ആ മില്ലി ലിറ്റർ ആണ് എന്താ ഇവിടെ ചേർത്തിരിക്കുന്നത്. വോളിയം ഓഫ് N2, അതായത് നൈട്രജൻ ഗ്യാസ്, അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കി മാറ്റിയ 22400 ഇൻറ്റു m, അതായത് MOC എന്ന് എഴുതാം, അല്ലെ? ഈ MOC എന്ന് പറയുന്നത് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ നൈട്രജനിൽ കേസിലാണ് ഡെൽമാസ് മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ ഉള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ജൽദാസ് മെത്തേഡും. ഡെൽമാസ് മെത്തേഡും ജൽദാസ് മെത്തേഡും ഉണ്ട്. ജൽദാസ് മെത്തേഡ്സിനകത്തും സെയിം തന്നെ, പക്ഷെ എടുക്കുന്നത് ഇവിടെ ആദ്യം എടുത്തത് ആരാ? CuOനെ എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് NH3 കിട്ടും, NaOH ആഡ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് H2SO4 കൂടെ കൊടുക്കുന്നു. ഇവിടെ കിട്ടുന്ന പെർസെന്റേജ് ഓഫ് നൈട്രജൻ തന്നെയാണ് ഇവിടുത്തെ കേസും. അപ്പൊ പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടുന്നത് 1.4 വരെ. എങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ?
ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്റർ ആക്കി അല്ലെ. അപ്പൊ ഇവിടെ 1000 ആണ് വരിക. ലിറ്ററിന്റെ മില്ലി ലിറ്റർ ആണ് ഇൻറ്റു 1000 ചെയ്താൽ മതി അല്ലെ. ഇവിടെ എന്താ നമുക്ക് ഉണ്ടായത് NH3. അപ്പൊ ഒരു നൈട്രജൻ അല്ലേ ഉണ്ടായത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ 2 പൂജ്യം വെട്ടിപ്പോവാം, ഈ 2 പൂജ്യം വെട്ടിപ്പോവും. അപ്പം 1.4 into 2 into V minus V half ആണ്. V minus V half. V half ആണ് വരിക. V half into M കൂടെ വരും. ഈ M എന്ന് പറയുന്നത് എന്താ, മൊളാരിറ്റി ആണ്. മൊളാരിറ്റി, നമ്മുടെ മൊളാരിറ്റി ആണ് വരിക. ഈ V എന്ന് പറയുന്നത് നമ്മുടെ NaOH ആയിരിക്കും എടുക്കുക. ഇവിടെ എടുക്കുന്നത് വോളിയം എന്ന് പറയുന്നത് NaOH ആണ് നമ്മൾ എടുക്കുക. ഇവിടെ എടുക്കുന്നത് H2SO4. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ 1.4 into 2 H2SO4 ആണ് ആദ്യത്തെ ഈ V എന്ന് പറയുന്നത് വോളിയം, പിന്നെ NaOH ആണ് ഹാഫ്, ഇൻറ്റു M എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്, ഇൻറ്റു വരത്തില്ല കാരണം 100 ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ എക്സ് കണ്ടുപിടിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിനകത്ത് HNO3 ആഡ് ചെയ്യുന്നു, അതിന്റെ അകത്തോട്ട് നമ്മൾ AgNO3 കൂടെ ആഡ് ചെയ്യുന്നു, അന്നേരം നമുക്ക് റിയാക്ട് ചെയ്ത് കിട്ടുന്നതാണ് AgX എന്ന് പറയുന്നത്. ഇതിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഹാലോജൻ, ഹാലോജന്റെ മാസ് ഇൻറ്റു മാസ് ഓഫ് AgS നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് AgSന്റെ മാസ് എടുക്കുന്നു, ഹോൾ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgS ഇപ്പൊ നമുക്ക് ഏതാ കിട്ടുകയെന്ന് അറിയത്തില്ല. ഈ എക്സിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. അപ്പൊ ഏതാണ് മോളിക്കുലർ മാസ് വരിക അത്, ഇൻറ്റു നമ്മുടെ ടോട്ടൽ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഹാലോജൻ കിട്ടും. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സൾഫറും ഫോസ്ഫറസും കൂടെ പറഞ്ഞാൽ മതി. നമ്മൾ ഓൾറെഡി ഹാലോജൻ പറഞ്ഞു, അതേപോലെ നൈട്രജൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൾഫർ ആണ്, അതായത് എസിന്റെ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. എസിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ട് പ്ലസ് HNO3. ഇവിടെ HNO3 നമ്മുടെ ഇവിടെ AgNO3 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ വന്നത്, BaCl2 ബേരിയം ക്ലോറൈഡ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. ആ ഒരു വേരിയേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ, ഭയങ്കര ടഫ് ഒന്നുമില്ല, ഈസി. അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഭയങ്കര ഈസി. കാരണം രണ്ട് തമ്മിൽ കണക്ട്, ആദ്യം പറയുന്നത് പോലെ തന്നെയാണ് രണ്ടാമത്തെ വരെ ചെറിയൊരു വേരിയേഷൻസിനാണ് ചേർക്കുന്ന ഇക്വേഷൻസ്. അതായത് നമ്മളിപ്പം ഇവിടെ നേരത്തെ നമ്മൾ AgNO3 ആഡ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ BaCl2 ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചില എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം ഈസിയാണ്. നമ്മൾ ബാക്കിയൊക്കെ എടുക്കുന്നത് സെയിം എലമെന്റ്സ് തന്നെയാണ്, കോമ്പൗണ്ട്സ് തന്നെയാണ്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തോട്ട് നമ്മൾ HNO3 ആഡ് ചെയ്യുന്നു, HNO3 ആഡ് ചെയ്യുന്നു, അതിനകത്തോട്ട് BaCl2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് BaSO4 കിട്ടുന്നു. BaSO4 കിട്ടി. അപ്പൊ നമ്മുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സൾഫർ ആണ് 32 വന്നു. മാസ് ഓഫ് BaSO4, അതായത് നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്നത് എന്താണ്, BaSO4 ആണ്. അതിന്റെ മാസ് ഹോൾ ഡിവൈഡഡ് ബൈ 233, അതായത് BaSO4ന്റെ മോളിക്കുലർ മാസ് ആണ് 233 എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് BaSO4 ആണ്. അത് കഴിഞ്ഞ് ഇൻറ്റു മാസ് ഓഫ് ടോട്ടൽ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് സൾഫറിന്റെ അതായത് എസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ഫോസ്ഫറസ്, നമ്മൾ പിയുടെ കേസാണ് പറയുന്നത്. നമ്മുടെ ഫോസ്ഫറസിന്റെ പെർസെൻറ്റേജ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുന്നു, അതിനകത്ത് HNO3 ആഡ് ചെയ്യുന്നു, അമോണിയം, അതായത് നമ്മൾ ഫോസ്ഫറസിന്റെ കേസ് പറഞ്ഞു എന്താണ് അമോണിയം മോളോ ഡേറ്റ്സ് എന്ന് പറയുന്ന ആളെ കൂടെ നമ്മൾ ഫോസ്ഫറസിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ ചേർത്തതാണ്. അതേപോലെയാണ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എലമെന്റ് കിട്ടും. ഈ കമ്പൗണ്ടിന്റെ 31 എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫറസ് ഇൻറ്റു മാസ് ഓഫ് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ ഇത് മോളിക്കുലർ മാസ് ഓഫ് ആരുടെയാണ്, നമ്മുടെ അമോണിയത്തിന്റെ ആണ്. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ് 1876.35 ഇൻറ്റു ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസും കിട്ടും. നമ്മൾ ഈ ചാപ്റ്ററിൽ
ഈ ടോട്ടൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താ, എങ്ങനെയാണ് നെയിമിങ് ഇടുക, അതേപോലെ തന്നെ എന്താണ് ഏതൊക്കെ ടെസ്റ്റ് ആണ്, പ്യൂരിഫിക്കേഷൻസ് എങ്ങനെയാണ്, ഡിസ്റ്റിലേഷൻസ് എന്താണ്, അതേപോലെ എലമെന്റ്സ് എങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക, ഓർഗാനിക്കിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് പ്രസൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭയങ്കര ഈസി ചാപ്റ്റർ. മൊത്തത്തിൽ എല്ലാ ചാപ്റ്റേഴ്സും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അപ്പം നമുക്ക് ഇനി വേറെ ചാപ്റ്റർ ആയിട്ട് കാണാം. അതുവരെ ബൈ.